ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പച്ചടി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പച്ചടി ഓണത്തിനാണ് നമ്മൾ കൂടുതൽ ഓണസദ്യയിലാണ് പച്ചടിയായി വിഭവങ്ങൾ ഉണ്ടാക്കാറുള്ളത്. രണ്ട് വിധം പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെള്ളരി അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇളവം വെച്ചിട്ടും അതുപോലെ തന്നെ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് രണ്ടും കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട്. ബീട്രൂട്ടും അതുപോലെ തന്നെ പച്ചടിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇളവനും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇളവ നന്നായിട്ട് ചെറുതായി അരിഞ്ഞതാണ്. ഇത് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക. വെള്ളം ഒഴിക്കണം എന്നില്ല, നമ്മൾ കഴുകിയെടുത്ത വെള്ളത്തിൽ നൂറ്റിയിട്ടാണെങ്കിൽ വെള്ളം ഒഴിക്കുകയും വേണ്ട. അതുപോലെ തന്നെ അതേ സമയം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ട് എടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ടിന് കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ അടിച്ചോട്ടെ, എന്നാലേ നന്നായിട്ട് വേവുള്ളൂ. ഇനി നമുക്ക് ഇതേ സമയം തന്നെ ഇതിലേക്ക് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. ആ തേങ്ങയിലേക്ക് 3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതാണ്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കുറച്ച് വെള്ളവും കൂട്ടി അരച്ചെടുക്കുക. ഈ അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തേങ്ങ അരപ്പിലേക്ക് പച്ചക്കടുക് ചതച്ചിട്ടതാണ് കേട്ടോ. നമ്മുടെ ഇളവനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടാണിത്. തേങ്ങ അരപ്പിൻ്റെ കൂടെ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കറിവേപ്പിൻ്റെ ഇലയും കൂടെ കറിവേപ്പില ഇട്ടിട്ട് ഉപ്പും വേണമെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടാനുസരണം പുളിയും കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ചും ആക്കാം. നമ്മുടെ തൈര് ചേർത്ത് കഴിഞ്ഞ ശേഷം ഒരിക്കലും പച്ചടി ചൂടാക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നല്ലോണം ഉടച്ചതാണ് കേട്ടോ. നമ്മുടെ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ നല്ലോണം ഉടയ്ക്കാം. അതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക. രണ്ടിനും ഒരു അരപ്പ് തന്നെയാണ് ചേർത്ത് കേട്ടോ. കുറച്ച് തേങ്ങ അരപ്പ് നമ്മുടെ ഇളവനിലേക്ക് ഇട്ടിട്ടുണ്ട്, കുറച്ച് തേങ്ങ അരപ്പ് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വേണ്ട തൈരും ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി വേണമെങ്കിൽ കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുക്കാം, പുളി വേണമെങ്കിൽ തൈര് കുറയ്ക്കാം. ഉപ്പ് ഇതൊക്കെ പാകത്തിനുണ്ടോ നോക്കുക. അപ്പോൾ നമ്മുടെ 2 പച്ചടി റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഒരേ തേങ്ങ അരപ്പ് വെച്ചിട്ട് നമുക്ക് 2 പച്ചടി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച കഷ്ണത്തിൽ ഒരിക്കലും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുത്ത് മാത്രം, വെള്ളം വറ്റി കഴിഞ്ഞ ശേഷമേ നമ്മൾ തേങ്ങാരപ്പും തൈരൊക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇങ്ങനെ ആയാലും നമുക്ക് ടേസ്റ്റുള്ള പച്ചടി തന്നെ തയ്യാറാക്കാം.